ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് 100% ആരോഗ്യകരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. വെയ്റ്റ് ലോസ് ഫ്രണ്ട്ലി ആയ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് റാഗി ഇഡ്ഡലി. ഡയറ്റ് നോക്കുന്നവർ ഇത് മിസ് ചെയ്യരുത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്മോനു വ്ലോഗ്. വയറും നിറയണം, വെയിറ്റും കൂടരുത്, അതെങ്ങനെ പറ്റും എന്ന് ആലോചിക്കുകയാണോ? ഇതാ പരിഹാരം. കാൽസ്യം കൊണ്ട് റിച്ചായ നാര് ധാരാളമുള്ള റാഗി കൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഇഡ്ഡലി കഴിച്ചാൽ ഉച്ചവരെ വിശപ്പ് വരില്ല. കുട്ടികൾക്ക് വരെ ഇഷ്ടമാവുന്ന രീതിയിൽ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാൻ റാഗി തന്നെയാണ് എടുത്തിട്ടുള്ളത്, റാഗി പൊടിയല്ല. റാഗി 2 നാഴിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 നാഴി ഉഴുന്നാണ്. ഞാൻ അര വീതമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് 2 നാഴി പച്ചരി കൂടി എടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ നല്ല ക്ലീനായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുന്നത്. വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഇതോടൊപ്പം തന്നെ കുറച്ച് ചോറും കൂടി ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഡയറ്റ് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ്. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അരച്ചെടുക്കുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി അരച്ചെടുത്ത മാവ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഐസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് മാവ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ അരി കൂടി ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളുടെയും കറികളുടെയൊക്കെ റെസിപ്പികൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി അവസാനമായിട്ട് കോറ കൂടി നമുക്കിതിലേക്കൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ച് തന്നെ എടുക്കുക. ഇതിൻ്റെ ചണ്ടി മാറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ മാവ് തയ്യാറാക്കിയെടുക്കുന്നത്. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കൈ വെച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രമാണ് മാവ് നന്നായിട്ട് തന്നെ നമുക്ക് പുളിച്ച് കിട്ടുകയുള്ളൂ. ഉപ്പ് ചേർത്തിട്ട് മാവ് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഈ ടൈമിൽ അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബേഴ്സൺ എടുത്ത് അതിലേക്ക് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ ബാറ്റർ തയ്യാറാക്കി വെച്ചിരുന്ന പാത്രം ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. രാത്രിയാണ് ഞാൻ മാവൊക്കെ തയ്യാറാക്കി വെച്ചത്. നേരം വെളുത്ത് നോക്കുന്ന സമയത്ത് മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇഡ്ഡലി ചെമ്പ് ആദ്യം തന്നെ ഒന്ന് ചൂടായി കിട്ടാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് മാവ് കോരി ഒഴിച്ച് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ ഇഡ്ഡലി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടുന്നതാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റും പെർഫെക്റ്റുമായിട്ടുള്ള ഇഡ്ഡലി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടീസ്പൂണോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം ഇഡ്ഡലി വെന്തിട്ടുണ്ടോ എന്നറിയാനായിട്ട്. റാഗിയുടെ പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇഡ്ഡലിയുടെ കളറിനൊക്കെ നല്ല മാറ്റം ഉണ്ടാകാറുണ്ട്. അത് കാണുന്ന സമയത്ത് ചില കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ മടിയായിരിക്കും. ഇതേ രീതിയിലൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അവർ കഴിക്കുകയും ചെയ്യും. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഒന്ന്
തട്ടിൽ നിന്നും മാറ്റാം. ഇഡലി തട്ട് ആദ്യം തന്നെ ഒന്ന് ചൂടാക്കിയെടുത്ത് അതിലേക്ക് എണ്ണ തടവി കൊടുത്തിട്ട് നമ്മൾ മാവ് കോരി ഒഴിച്ച് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡലി തട്ടിൽ നിന്നും വിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റാഗിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഇഡലി എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി. അതിൻ്റെ റെസിപ്പി ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.